നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ചു. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. അങ്ങാടി ഭാഗത്തുനിന്നും ചാലിശ്ശേരി സെന്ററിലേക്ക് പോവുകയായിരുന്ന കാറും ചാലിശ്ശേരി ഭാഗത്തുനിന്ന് പാവെട്ടുപുറം ഭാഗത്തേക്ക് ലോഡ് കയറ്റി പോവുകയുമായിരുന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി വളവ് തിരിഞ്ഞു വരുന്നതിനിടെ കാർ ലോറിയുടെ പുറകുവശത്തായി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃത്താല സെന്ററിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. കൂറ്റനാട് റോഡിൽ ഫേമസ് ബേക്കറിക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. കൊച്ചിയിൽ നിന്നും പള്ളിപ്പുറത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മുതുതല പറക്കാട് തെക്കുമല റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ തുടങ്ങി. പറക്കാട് ഭാഗത്തെ തകർന്ന ഇടങ്ങളിൽ കട്ടവിരിക്കൽ പ്രവൃത്തികളാണ് നടപ്പാക്കുന്നത്. മുതുതല കൊപ്പം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പറക്കാട് തെക്കുമല റോഡിന്റെ നവീകരണ പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. മുതുതല പഞ്ചായത്തിൽപ്പെടുന്ന പറക്കാട് ഭാഗത്തെ റോഡിന്റെ തുടക്കത്തിൽ പാടെ തകർന്നു കിടക്കുകയാണ്. ഏറെക്കാലമായി റോഡിന്റെ തകർച്ച മൂലം ഇതിലൂടെയുള്ള യാത്ര വലിയ ദുരിതപൂർണമായിരുന്നു. ഇതിന് പരിഹാരം തേടിയാണ് 16 ലക്ഷം രൂപ ചെലവിൽ റോഡ് നവീകരിക്കുന്നത്. റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ഉടൻ തന്നെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനാകുമെന്ന് മുഹമ്മദ് മോസിൻ എംഎൽഎ പറഞ്ഞു. തെക്കുമലക്കും അതുപോലെ തന്നെ മേൽമുറിക്കൊക്കെ പോകുന്ന റോഡ് അതിന്റെ തുടക്ക ഭാഗത്തിൽ മുതുതല പഞ്ചായത്തിന്റെയും കൊപ്പം പഞ്ചായത്തിന്റെ തുടക്കത്തിന്റെ ഭാഗത്തിന്റെയും ഇടയിലുള്ള ഒരു വല്ലാത്ത തകർന്ന ഭാഗമുണ്ട്. ഈ പറക്കാടെന്ന് ആരംഭിക്കുന്ന ഭാഗം അത് നവീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ്. അതിന്റെ ഭാഗമായി 16 ലക്ഷം രൂപ MLA ഫണ്ടിൽ നൽകിയിരുന്നു. അതിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതായിരിക്കും. മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി മറ്റു ജനപ്രതിനിധികളും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ദ്വിദിന ക്യാമ്പിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ദ്വിദിന ക്യാമ്പിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. 2 ദിവസത്തെ ക്രിസ്മസ് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ നമ്മുടെ പട്ടാമ്പി സ്കൂളിന് ഇത്തരത്തിലുള്ള ഒരു SPC യൂണിറ്റ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകർ പല വാതിലുകളും മുട്ടിയതിന് ശേഷമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് ലഭിച്ചത്. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. നിങ്ങളുടെ ഭാവിയിലേക്ക് തന്നെ ഒരു അച്ചടക്കത്തോടുള്ള ജീവിതത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ തലത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ലഭിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള എന്താ പറയുക ശരിയായ രീതിയിലുള്ള പരിശീലനം എല്ലാം ലഭിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളൊരു എന്താ പറയുക ഉദ്യോഗ തലത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അത് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ SPC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. PTA പ്രസിഡന്റ് C റാസി അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ വിജയൻ, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ P ആനന്ദവല്ലി, കൃഷ്ണദാസ്, ബിന്ദു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം 2024 വരവൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽ അധ്യക്ഷത വഹിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MA നസീബ, പ്രീതി ഷാജു, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് അംഗം ഐശ്വര്യ ഉണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO പ്രസീത എന്നിവർ സംസാരിച്ചു. അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് വരവൂർ സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. കേരളോത്സവം പോലെയുള്ള പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് മുതൽ തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തലത്തിൽ അവസാനിച്ച് സ്റ്റേറ്റിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, ഇപ്പോ എന്തോ കേരളോത്സവം പോലെയുള്ള പരിപാടികൾക്ക് അതിനുള്ള മത്സരാർത്ഥികൾക്ക് വരുന്നതിൽ ഒരു വിഷമം കാണുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞതെന്താ? കോളേജ് വിദ്യാഭ്യാസം, സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞാലും യുവാക്കൾക്ക് കായിക രംഗത്ത് അവരുടെ കഴിവിനെ തെളിയിക്കുന്നതിനും അതിന് പ്രോത്സാഹനം നൽകുന്നതിനും കൂടിയാണ് ഇത്തരത്തിലുള്ള കേരളോത്സവം പോലെയുള്ള പരിപാടികൾ നടത്തുന്നത്. ആ പരിപാടി നടത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇത് തുടങ്ങിയ സമയത്തൊക്കെ നല്ല രീതിയിൽ ചെറുപ്പക്കാരികളും ഈ രംഗത്തേക്ക് വന്നിരുന്നു. ക്രിസ്മസിന് ഒരാഴ്ച ബാക്കി നിൽക്കെ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ വിപണി ഒരുങ്ങി.
തൃശൂർ ജില്ലയിലും സമീപ ജില്ലകളിലെയും പ്രധാന ടൗണുകളിലും ഗ്രാമങ്ങളിലുമെല്ലാം ക്രിസ്മസ് നക്ഷത്രങ്ങൾ, അലങ്കാരങ്ങൾ, കേക്ക് വിപണിയും സജീവമായി തുടങ്ങി. ഉണ്ണിയേശുവിന്റെ രൂപം, സ്റ്റാർ, ട്രീ ഡെക്കറേഷൻ, റെഡിമെയ്ഡ് പുൽക്കൂടുകൾ, സാന്താക്ലോസ് പ്രതിമകൾ, ഫൈബറിലും പ്ലാസ്റ്റിക്കിലും നിർമ്മിച്ച മഞ്ഞുതുള്ളികൾ ഇറ്റുവീഴുന്ന ക്രിസ്മസ് ട്രീകൾ, ക്രിസ്മസ് പുതുവർഷ ആശംസാ കാർഡുകൾ, ചുവപ്പും വെള്ളയും നിറത്തിലുള്ള സാന്താക്ലോസ് വസ്ത്രങ്ങൾ, തൊപ്പികൾ എന്നിവയ്ക്കും കൂടാതെ ചൈനയിൽ നിന്നുള്ള നിയോൺ നക്ഷത്രങ്ങൾ, മാൻ, ബെൽ തുടങ്ങിയ LED നക്ഷത്രങ്ങൾക്കും ആവശ്യക്കാർ ഏറെയുണ്ടെന്നും മുൻവർഷത്തേക്കാൾ കച്ചവടം കൂടുതലായി നടക്കുന്നുണ്ടെന്നും ഗുജറാത്തിൽ നിന്ന് കേരളത്തിലെത്തിയ കുന്നംകുളത്തെ വ്യാപാരി സുരേഷ് പട്ടേൽ പറഞ്ഞു. തൃശൂർ, കുന്നംകുളം, എറണാകുളം നഗരങ്ങളിലെ മൊത്തക്കച്ചവടക്കാർ ചൈനയിൽ നിന്ന് കണ്ടെയ്നർ മാർഗം എത്തിച്ചാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് ക്രിസ്മസ് അലങ്കാരങ്ങൾ എത്തിച്ചു നൽകുന്നത്. അലങ്കാര സാമഗ്രികളും ലൈറ്റുകളും സാന്താക്ലോസിന്റെ സമ്മാനപ്പൊതികളും തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ സെറ്റുകൾ വരെയും എല്ലായിടങ്ങളിലും സജ്ജമായി. പ്രത്യേകം ബെല്ലുകൾ അടിക്കുന്നതും പാട്ടുകൾ പാടുന്നതുമായ സംവിധാനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. കേക്കുകളുടെ നിർമ്മാണ കമ്പനികളും ചെറുകിട യൂണിറ്റുകളും വിപണിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസ് ഓർമ്മകളിൽ മുഖ്യസ്ഥാനം വഹിക്കുന്ന സ്റ്റാറുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. പല നിറത്തിലുള്ള LED സ്റ്റാറുകളാണ് മിക്കവരുടെയും ചോയ്സ്. വിവിധ വലുപ്പത്തിലുള്ള ഇവയ്ക്ക് 150 രൂപ മുതൽ 2000 രൂപ വരെയാണ് വില. 100 മുതൽ 500 രൂപ വരെയുള്ള പേപ്പർ സ്റ്റാറുകളുമുണ്ട്. ത്രിമാന രൂപമുള്ള സ്റ്റാറുകൾ തൂക്കാനാണ് ആൾക്കാർക്ക് പ്രിയം. പ്ലാസ്റ്റിക്കിലും മൾട്ടിവുഡിലും മരത്തടിയിലുമായി പുൽക്കൂടുകളുമുണ്ട്. പ്ലാസ്റ്റിക്കിന് 680 രൂപ മുതൽ വിലയുള്ളപ്പോൾ മരത്തിൻ്റേത് 350 രൂപയിൽ തുടങ്ങും. കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് മുതൽ 6 അടി ഉയരം വരെയുള്ള ക്രിസ്മസ് ട്രീകളും ആഘോഷപ്രേമികളുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. 250 രൂപ മുതൽ 1400 വരെയാണ് വില. സ്കൂൾ അവധി തുടങ്ങുന്നതോടെ ഗ്രാമങ്ങളിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ക്രിസ്മസ് കരോൾ ആഘോഷങ്ങൾക്കുള്ള തിരക്കിലേക്ക് കടക്കും. ഇതോടെ വ്യാപാര മേഖലയിൽ വലിയ തിരക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. അതേസമയം മഴ വില്ലനാകുമോ എന്ന ഭയവും ചെറുകിട കച്ചവടക്കാർക്കുണ്ട്. കുറേ ഐറ്റം പുതിയ വന്നിട്ടുണ്ട്. പിക്സല്, പിന്നെ നിയോൺ സ്റ്റാറുകൾ, കുറേ പുതിയ ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല കച്ചവടമാണ്. കച്ചവടത്തിലൊരു പ്രശ്നമില്ല. മഴ കുറച്ച് പ്രശ്നമാണ്, പാറ്റൊന്നും പ്രശ്നമില്ല. കച്ചവടം അടിപൊളി. പിന്നെ കുറേ ഐറ്റം പുതിയ ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റാറുകൾ, നിയോൺ സ്റ്റാറുകൾ, LED സ്റ്റാർ, പിന്നെ കുറേ ഐറ്റം ഉണ്ട്. ഇപ്പോൾ തൊപ്പികൾ കുറേ നല്ല ഐറ്റം പോകുന്നുണ്ട്. വീട്ടിൽ നല്ല ഐറ്റം പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പിക്കപ്പാണ്. 2-3 ദിവസമായിട്ട് നല്ല പിക്കപ്പാണ്. ആ പ്രദേശം നല്ല കച്ചവടം ഉണ്ടാകുന്ന പ്രദേശം. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പി ഞാങ്ങാട്രിയിൽ ശനിയാഴ്ച വിശ്വധ്യാന ദിനാചരണം നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി മഹർഷി വിദ്യാലയത്തിൽ വെച്ചാണ് ശനിയാഴ്ച തുരിയ എന്ന പേരിൽ വിശ്വധ്യാന ദിനാചരണം നടന്നത്. ഐക്യരാഷ്ട്ര സംഘടന ഡിസംബർ 21 വിശ്വധ്യാന ദിനമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കൂടിയാണ് ദിനാചരണം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹർഷി മഹേഷ് യോഗി ഫൗണ്ടേഷൻ, ശ്രീരാമചന്ദ്ര മിഷൻ, ബ്രഹ്മകുമാരീസ്, രാജയോഗ, ആർട്ട് ഓഫ് ലിവിംഗ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ദിനാഘോഷം നടത്തുന്നതെന്നും ഇവർ വ്യക്തമാക്കി. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്നവരാണ്. എല്ലാവരും ബിസിയാണ്. ആർക്കും സമയമില്ല. ഓടിക്കൊണ്ടേയിരിക്കണം. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരവൊന്നുമില്ല. പക്ഷെ നമ്മളെല്ലാവരും ബിസിയാണ്. അപ്പോൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെക്കുറിച്ച് മറക്കുന്നു, ശരീരത്തെക്കുറിച്ച് മറക്കുന്നു. അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്കറിയാം. പണ്ട് കാലത്ത് ഇന്നത്തെ കാലത്ത് ജനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പണ്ട് നമുക്കറിയാം ജനങ്ങൾ ഇത്ര തിരക്കുള്ള ആൾക്കാരായിരുന്നില്ല. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജീവിതം അവർക്കുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് സിസ്റ്റമാറ്റിക് ഒരു ഡിസിപ്ലിൻ ലൈഫ് അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് രാവും പകലൊന്നും വ്യത്യാസമില്ലാതെ കണ്ട് പകൽ സമയത്ത് അവർ ഉറങ്ങണു, രാത്രി വർക്ക് ചെയ്യണു. അങ്ങനെ ആ വർക്ക് സ്റ്റൈല് മാറി, എല്ലാ തരത്തിലും ഭക്ഷണ രീതികൾ മാറി. അങ്ങനെ ജനങ്ങൾക്ക് സത്യത്തിൽ നല്ലൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ പല കാരണങ്ങളെ കൊണ്ട് അവർക്കെല്ലാം എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ യോഗയുടെയൊക്കെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. എൻ്റെ ഗുരുവായിട്ടുള്ള പരമപൂജ്യനായ മഹർഷി മഹേഷ് യോഗി അദ്ദേഹം പറയാറുണ്ട്, റെസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി ആർ ദ 2 സ്റ്റെപ്സ് ഓഫ് പ്രോഗ്രസ്. നമ്മൾ ആക്റ്റീവ് ആവണം, ജോലികളൊക്കെ ചെയ്യണം, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതേസമയം റെസ്റ്റ് ഇല്ലാതെ ജോലികൾക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, മനസ്സിനെ ബാധിക്കും. ധ്യാനത്തെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഗുരുപൂജ, ഉദ്ഘാടന സഭ, സമൂഹധ്യാനം, പ്രഭാഷണം, ശാന്തി മന്ത്രജപം, പ്രസാദ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. ഏതൊരാൾക്കും ശാന്തിയും സമാധാനവും നമ്മളെ ജീവിതത്തിൽ ആ പെർഫെക്ഷൻ നമ്മൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ധ്യാനത്തിലൂടെ നമുക്ക് ശരിക്കും പറ്റുള്ളൂ. അത് ഓരോരുത്തരും നമ്മൾ അതിന് സമയം കണ്ടെത്തി ദിവസം വളരെ കുറച്ച് നേരമെങ്കിലും നമ്മൾ അതിന് സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ റിസൾട്ടായി നമുക്ക് വരും. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും ആ പെർഫെക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിനുവേണ്ടി നാളെ മഹർഷിയിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. വേൾഡ്
മെഡിറ്റേഷൻ ഡേയോടനുബന്ധിച്ച് 3 മണിക്കാണ് ആ പ്രോഗ്രാം. അതിൽ നമ്മൾ മാക്സിമം ആളുകളെ പങ്കെടുത്തിട്ട് ഈ മെഡിറ്റേഷൻ ധ്യാനം എല്ലാവർക്കും എത്തിക്കുക. ഓരോ വീട്ടിലും ഓരോ വ്യക്തിയും നമ്മൾ ഈ ധ്യാനം ചെയ്യുന്നവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകം തന്നെ വളരെ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പറ്റും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ടി കെ വിനയഗോപാൽ, ചന്ദ്രമോഹൻ, രാംദാസ് തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലങ്ങളിലും ആർട്ട് ഓഫ് ലിവിങ് സെൻറ്ററുകളുണ്ട്. ഇതിൽ യോഗ, ധ്യാനം, ബ്രീത്തിങ് എക്സസൈസ്, ശ്വസന പ്രക്രിയ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. നമ്മളുടെ എക്സിസ്റ്റൻസ്, നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് 7 തലങ്ങളാണെന്നാണ് പറയുന്നത്. ശരീരം, ശ്വാസം, മനസ്സ്, ബുദ്ധി, അങ്ങനെ 7. അതിലത്തെ ഒന്നാണ് ഈ മനസ്സ്. ഈ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ഥലത്തല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ്. അതിനെ ഈ നിമിഷം ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. നമ്മൾ വളരെ ടെൻഷനാണ്, എല്ലാ ആൾക്കാർക്കും ജീവിതത്തിനോടുകൂടി മല്ലടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് വളരെ ടെൻഷനോട് കൂടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു 20 മിനിറ്റ് രാവിലെ 20 മിനിറ്റ് വൈകുന്നേരം നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമ്മളുടെ ടെൻഷൻ നന്നായിട്ട് കുറയും. അംബേദ്കറെ അവഹേളിച്ച കേന്ദ്രമന്ത്രി അമിത് ഷാ രാജ്യത്തോട് മാപ്പ് പറയുക, മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി SDPI രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി SDPI വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി തളി സെന്ററിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. SDPI വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ പണിക്ക് വീട്ടിൽ നേതൃത്വം നൽകിയ പ്രകടനത്തിൽ SDPI വരവൂർ പഞ്ചായത്ത് സെക്രട്ടറി മുസ്തഫ കുറ്റിയിൽ മറ്റ് പ്രവർത്തകരും പങ്കെടുത്തു. ഓങ്ങല്ലൂർ ബഡ്സ് സ്കൂളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയ ഓങ്ങല്ലൂർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ പ്രതിഭകൾക്കാണ് അനുമോദനം നൽകിയത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം ഒരുക്കിയത്. മുഹമ്മദ് മോഹസിൻ MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കേരളം ഇന്ത്യ രാജ്യത്തിന് മാതൃകയായി ഭിന്നശേഷി മേഖലയിലുള്ള പ്രവർത്തനങ്ങളിൽ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയങ്ങളിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നു. വിദ്യാലയങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും പടിപടിയായി ബഡ്സ് സ്കൂളുകൾ തുറന്നുകൊണ്ട് ബഡ്സ് സ്കൂളുകളിൽ തന്നെ വലിയ പുരോഗതി ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതൊരു മാതൃകയാണ്. ഇനിയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഭിന്നശേഷി മേഖലയിൽ എല്ലാവർക്കും നന്നായി തുല്യമായി വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഇതൊരു മാതൃകയായി മുന്നോട്ട് പോകട്ടെ. ഇനി നമുക്ക് അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് സത്യത്തിൽ ഒരു വരുമാനദായകമായ പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കണം. ഇപ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉണ്ടെങ്കിലും അതൊരു വലിയ രീതിയിലേക്ക് നമുക്ക് മാറ്റണം. ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പൊ നമുക്ക് ഓങ്ങല്ലൂർ ടൗൺ നവീകരിക്കുന്നുണ്ട്. ആ ഭാഗമായിട്ടൊക്കെ വേണമെങ്കിൽ ആഴ്ചയിലോ 2 ആഴ്ചയിലോ നമ്മുടെ ബഡ്സ് സ്കൂൾ അടക്കമുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചന്ത നമുക്ക്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, ജനസമിതി അധ്യക്ഷന്മാരായ പ്രിയ പ്രശാന്ത്, പുഷ്പലത, വാർഡംഗങ്ങളായ UT മാലതി, BT ഷിഹാബ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PP വിജയൻ, TV ഗിരീഷ്, ശ്യാംലി വിശ്വൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തകർന്നു കിടക്കുന്ന തൃത്താലയിലെ റോഡുകളിലൂടെയുള്ള യാത്രാ ദുരിതം പരിഹരിക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചും നിരവധി സമരങ്ങൾ നടത്തിയിട്ടും കണ്ണു തുറക്കാത്ത മന്ത്രിയുടെയും സർക്കാരിന്റെയും തെറ്റായ നിലപാടുകൾക്കെതിരെയും തൃത്താല ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ PWD ഓഫീസ് ഉപരോധം നടത്തി. പത്തിലാലിയുടെ അധ്യക്ഷതയിൽ PV മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. M മണികണ്ഠൻ, KV ഹിളർ, TP മണികണ്ഠൻ, സുജാത, ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം ഉണ്ടാക്കാം എന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേലാണ് ഉപരോധ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. വലിയ കുണ്ടകുഴിയായിട്ട് കിടക്കുന്ന റോഡുകൾ ഒന്ന് പേച്ച് ചെയ്തിട്ട് അങ്ങനെ പൊളിച്ചോളി ഒരു സമയം അടിയന്തരമായി ചെയ്യാൻ റോഡ് നേരാക്കണ ഇതിന് മുന്നേ പാച്ച് ചെയ്യണല്ലോ. ആ പാച്ച് അടിയന്തര ഒരെണ്ണ ഇതിനുള്ളിൽ വർക്ക് ചെയ്യും. ഒരാഴ്ച ഡ്രൈവർമാരാണ്
പണിയാണ് ഞങ്ങൾക്ക് വൈകുന്നേരം ഞങ്ങളുടെ ഭാര്യമാർക്ക് എന്താ പണിച്ചുണ്ടോ മൂക്കിത്തെ പൊടിയെടുത്തുള്ള പണി അത്രയും ശ്വാസം മുട്ടിലാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് പരിഹാരം കാണിച്ചു ഇതേ ഏയായിട്ട് സംസാരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.